പലപ്പോഴും കിളിമാനൂർ വഴി യാത്ര ചെയ്തു പോകുമ്പോ കല്ലറ സുമുഖമാരന്റെ ജന്മദിനവും ചരമവാർഷികവും ഒക്കെ കിളിമാനൂർ പരിസര പ്രദേശത്തൊക്കെ പോസ്റ്ററുകൾ കാണാനുണ്ട് എന്നതിനപ്പുറം നിങ്ങൾക്കറിയുമോ ആരാ കല്ലറ സുകുമാരനെന്ന്? ഈ കിളിമാനൂരിനും തിരുവിതാംകൂറിനും പറയുവാനുള്ള അടിച്ചമർത്തലിന്റെ താഴ്ഭാഗത്ത് തേങ്ങിയ നിലവിളികളുടെ ഒത്തിരി കഥ പറയാനുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ, ഒരു സെന്റ് ഭൂമി പോലും ചുട്ടു തീണ്ടാനില്ലാതെ, തന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മയുടെ മൃതദേഹം കബറടക്കാൻ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാതെ താനും തന്റെ അമ്മയും ഭാര്യയും കുടുംബങ്ങളും വർഷങ്ങളായി അടിമവേല ചെയ്യുന്ന ജന്മി തമ്പുരാന്റെ മുമ്പിൽ പോയി എന്റെ അമ്മയെ അടക്കം ചെയ്യാൻ ഒരു തണ്ട് ഭൂമി തരുമോ എന്ന് ചോദിക്കുമ്പോ വിശാല വിസ്തൃതമായ പാടശേഖരം സ്വന്തമായുള്ള ആ പാടശേഖരത്തിൽ മുഖം വെച്ച് കെട്ടിയ കാളകളെ പോലെ അടിമവേല ചെയ്ത തന്റെ അടിമസ്ഥര് വന്ന് സ്വന്തം അമ്മയുടെ മൃതദേഹം തന്റെ കയ്യിലെ താങ്ങി വെച്ച് എന്റെ അമ്മയുടെ കബറടക്കാൻ ഒരു തുണ്ട് ഭൂമി തരുമോ എന്ന് ചോദിച്ചപ്പോ ഭൂമി കൊടുത്തില്ലെന്ന് മാത്രമല്ല, വളർത്തുനായെ കെട്ടടിച്ചു വിട്ടു കടിച്ചു കീറാൻ വരുന്ന വളർത്തുനായുടെ മുമ്പിൽ സ്വന്തം അമ്മയുടെ ചേതനയേറ്റ തണുത്തുറഞ്ഞ ശവശരീരവും പിടിച്ചു ഓടി ഈ കിളിമാനൂരിന്റെ മണ്ണിലൂടെ ഓടി അവസാന സ്വന്തം അമ്മയുടെ മൃതദേഹം കുടിച്ചിടാൻ ഒരു തുണ്ട് ഭൂമി പോലുമില്ലാതെ വേമ്പനാട് കായലിന്റെ ഓരങ്ങളിലേക്ക് തന്റെ അമ്മയുടെ ശവശരീരം ഒരു മകന്റെ ചോർന്നൊലിക്കുന്ന കണ്ണുനീരുമായി കവിൾത്തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി ജന്മം നൽകി അമ്മയുടെ ശവശരീരത്തിൽ 2 കല്ലുകൾ കെട്ടിവെച്ചു വേമ്പനാട് കായലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ചിതറിത്തെറിച്ചാത്ത കവിൾത്തടത്തിലൂടെ തടം തല്ലിയാ തുടങ്ങി കണ്ണുനീരുകളെ സാക്ഷി നിർത്തി കവില്ലറ സുകുമാരൻ പാടിയ ഒരു ഈരടിയുണ്ട്. എനിക്കിന്നൊരു പിടി മണ്ണ് വേണം എന്റെ അമ്മയ്ക്കൊരു പട്ടട തീർക്കുവാൻ, എനിക്കിന്നൊരടി മണ്ണ് വേണം എന്റെ അമ്മയ്ക്കൊരു പുഷ്പാഞ്ജലി തീർക്കുവാൻ, എന്റെ അമ്മയുടെ മൃതശരീരത്തിന്റെ കമ്പനാട്ട് കായലിന്റെ ഓളങ്ങളിലൂടെ ഇറങ്ങിപ്പോയ എന്റെ അമ്മയുടെ ശരീരത്തിന്റെ ഓർമ്മ പുതുക്കാൻ എനിക്കൊരു പിടി മണ്ണിൽ ഒരു ശവകുടീരം തരാൻ പറ്റുമോ എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ അധസ്ഥിതനത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി പാടുപെട്ട കല്ലറ സുകുമാരന്റെ നാട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനോട് വളർത്തുപുത്രനായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. കറുത്തവനായ ഉസാമ മിമ്പറിൽ ഇരുന്നു കൊണ്ട് ഖുത്ബ ഓടുമ്പോ എന്താ മിമ്പറിൽ ഇരുന്ന് ഖുത്ബ? കിളിമാനൂര് എന്നോട് വന്നപ്പോൾ ഇർഷാദ് മൗലവി പറഞ്ഞു മാനവ മൈത്രി സമ്മേളനമാണ്. അതേ രീതിയിൽ തന്നെയാണ് സൗഹാർദ്ദം തകർക്കാൻ ഇഷ്ടപ്പെടാത്ത ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഒരു കാവലാളെന്ന രീതിയിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് വെള്ളിയാഴ്ച ഖുത്ബ? നിങ്ങൾ പോയി നോക്കണം. രണ്ടാമത്തെ വെള്ളിയാഴ്ച ഖുത്ബയിൽ രണ്ടാമത് തലപ്പാവ് കെട്ടിയവർ മുഴുവനും ഓതുന്ന ഒരു വാക്യമുണ്ട്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇത് പറയാതെ ഖുത്ബ പൂർണ്ണമാവില്ല. ഇത് ഖുർആന്റെ ഒരു സൂക്തമാണ്. ഇന്നല്ലാഹ യഅ്മുറു, അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നിങ്ങൾ നീതി കാണിക്കണമെന്ന്. പ്രവാചകന്മാരെ ഈ ലോകത്തോട്ട് അവതരിപ്പിച്ചപ്പോ അവരുടെ കയ്യിൽ ഒരു നീതി തുലാസ് ഉണ്ടായിരുന്നു. വഅൻസൽനാ കിതാബ വൽ മീസാന ലിയകൂമ അന്നാസ ബിൽ ഖിസ്ത്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിട്ടത് ആയുധമല്ല, AK-47 അല്ല, ഞാൻ അവരുടെ കയ്യിൽ കൊടുത്തത് നാപ്പാം ബോംബുകളല്ല. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ പ്രബോധനവുമായി പ്രബോധിതരോട് പ്രബോധനം നടത്തിയ പ്രവാചകന്മാരുടെ പ്രഖ്യാപിതമായി ഉണ്ടായിരുന്നത്. അവരുടെ കയ്യിൽ ഞാൻ കൊടുത്തത് വൽ മീസാൻ, ഒരു തുലാസാണ്. ഏതാണ് തുലാസ്? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഒരു ചിഹ്നം തന്നെ തുലാസാണ്. ആ തുലാസിൽ ഉണ്ടാവേണ്ടത് നീതി തുലാസാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറിക്ക് ഒരു അടയാളമുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജഡ്ജി ന്യായം വിസ്തരിക്കുന്ന ആ ചേംബറിന്റെ പുറകിൽ കറുത്ത തുണി കൊണ്ട് കണ്ണുമൂടി കെട്ടിയ കയ്യിൽ ഒരു തുലാസും പിടിച്ചു നിൽക്കുന്ന ഒരു ശില്പമുണ്ട്. ഇതാണ് നീതിയുടെ സിമ്പിൾ, ഇതാണ് നീതിയുടെ അടയാളം, ഇതാണ് നീതിയുടെ ഐക്കൺ. ആ ന്യായാധിപ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ കണ്ണു മൂടിക്കെട്ടണം. സ്വജനപക്ഷപാടിത്വം പാടില്ല. നീതി പറയുന്ന ജഡ്ജി കണ്ണു മൂടിക്കെട്ടി ആരുടെയും മുഖത്ത് നോക്കാതെ നീതി തുലാസ് പോലെ നീതി പറയേണ്ടവനാണ് ന്യായാധിപൻ എന്ന് പഠിപ്പിച്ചു കൊടുത്ത ഇന്ത്യ രാജ്യത്തിന്റെ പരമാധികാരമായ ജനാധിപത്യ സ്ഥാപനത്തിന്റെ മുമ്പിലാണ് ചെയ്ത തെറ്റ് ഏതാണെന്ന് പോലും ഇതേവരെ തെളിയിക്കപ്പെടാതെ അബ്ദുൽ നാസർ മഅദനി 1.25 അബ്ദുൽ നാസർ മഅദനി
വർഷങ്ങളോളമായി തടവറയിൽ കിടക്കുന്നതെന്ന് പറയുമ്പോ എന്താ അബ്ദുൽ നാസർ മദനി ചെയ്ത കുറ്റം? കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിൽ അബ്ദുൽ നാസർ മദനി പ്രതിയാണെങ്കിൽ വിചാരണ നടത്തി അദ്ദേഹം പ്രതിയാണ് എന്ന് ഉറപ്പാക്കിയാൽ അദ്ദേഹത്തിന് വധശിക്ഷയാണ് വിധിക്കുന്നതെങ്കിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയുടെ ഒരു പൗരൻ എന്ന രീതിയിൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. പക്ഷേ അദ്ദേഹം ഒരു പ്രതിയാണ് എന്ന് കോടതിയിൽ തെളിയിക്കപ്പെടണം. ഇന്ത്യ രാജ്യത്തിന്റെ കോടികൾ കൊള്ളയടിച്ചു കൊണ്ടുപോയ വിജയ് മല്യക്ക് ലണ്ടനിൽ സുഖവാസ കേന്ദ്രമൊരുക്കി ഇന്ത്യ രാജ്യത്തിന്റെ പൗരന്മാരുടെ സ്വത്തുകൾ കൊള്ളയടിക്കപ്പെട്ട വിജയ് മല്യയുടെ മൂക്കിന്റെ രോഗത്തിലൊന്നും തൊടാൻ പറ്റാത്ത ഒരു രാജ്യത്തിന്റെ മുമ്പിൽ ഏത് നീതിയാണ്? ഇരട്ട നീതിയെ കുറിച്ച് നാം സംസാരിക്കുമ്പോ, ഇരട്ട നീതിയെ കുറിച്ച് നാം പറയുമ്പോ, ഇരട്ട നീതികളുടെ മുഖത്തെ കുറിച്ച് ഇതൊരു സൗഹാർദ്ദത്തിന്റെ സദസ്സ് തന്നെയാണ്. ഞാൻ പറയുന്നു, ഇത് സൗഹാർദ്ദത്തിന്റെ സദസ്സ് തന്നെയാണ്. ഇത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി നമ്മുടെ നാവുകൾ ആണ്ടുപോയാൽ ഇത് പറയാൻ കഴിയാത്തൊരു നിഷ്ക്രിയമായ തലമുറയായി നാം മാറിപ്പോകരുത്. ഇത് കേൾക്കുമ്പോൾ നാസർ മദനിയെ പറയുമ്പോ ഭീകരവാദമാണോ? അല്ല. ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത് ആരെയാണ്? ഫാദർ ഷിബു. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തെയാണ്, അല്ലേ? തീർച്ചയായും അതെ. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ക്രൈസ്തവ സമൂഹത്തെയാണ്. ഏത് ക്രൈസ്തവ സമൂഹം? ഞായറാഴ്ചകളിൽ പള്ളികളിലേക്ക് പോയി അത്യുന്നതങ്ങളെ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പാടിപ്പകത്തുന്ന, ഭൂമിയിലും ആകാശത്തിന് സമാധാനം എന്ന് പറയുന്ന ലോകത്തിതേവര മനുഷ്യൻ കൊതിച്ചിട്ടും കിട്ടാത്ത ചതുർത്ഥാക്ഷരത്തിന്റെ അഭിലാഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രൈസ്തവർ. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഫാദർ ഷിബു ആ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. അല്ലെങ്കിൽ ആകാശത്തിൽ നിന്ന് സാമ്രാജ്യത്തിന്റെ ഏജന്റുകൾ ഇറക്കുമതി ചെയ്തു ബോംബെ നഗരത്തിലൂടെ നടന്നുപോയ നൂറുകണക്കിന് ആളുകള് ബോംബ് വെച്ച് സ്ഫോടനം വെച്ച് തകർത്ത് തരിപ്പണമാക്കി അതിന് ആസൂത്രധാരകനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അദ്ദേഹത്തെ ലോകത്തിന്റെ പോലീസ് സംഘടന അദ്ദേഹത്തിന്റെ പേരിൽ കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ കൊണ്ടുപോയപ്പോ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആ കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനൊരു ഭീകര നേതാവല്ല, ഞാൻ എല്ലാ ദിവസവും ഞായറാഴ്ച പള്ളിയിൽ പോയി കുർബാന അർപ്പിക്കുന്ന ഒരു സത്യ ക്രിസ്ത്യാനിയാണ് ഞാൻ എന്ന അടിക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഞാൻ പറയുന്നു, ഫാദർ ഷിബുവിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്ത്യ രാജ്യത്തിൽ ആകാശ നൗകയിലൂടെ അടിച്ചിറക്കി ആയിരക്കണക്കിന് ഭാരതീയരുടെ ശിരസറ്റ കബന്ധങ്ങൾ കണ്ട് പൊട്ടിക്കടിച്ച ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അയാൾ ഞാൻ ഞായറാഴ്ചയിൽ പോകുന്ന ഒരു സത്യ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ ആ ക്രൈസ്തവതയെ പിന്തുണച്ചിട്ടില്ല, അതിനെ പ്രതിനിധാനം ചെയ്തിട്ടില്ല ഫാദർ ഷിബു ഇവിടെ എത്തിയത്. ലോകം മുഴുവനും പിടിച്ചടക്കാനുള്ള സാമ്രാജ്യത്തിന്റെ അജണ്ടയിൽ നിരപരാധികളെ കൊന്നവനല്ല മനുഷ്യ. ലോകം മുഴുവനും മുഴുചക്രവാളവും നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങി, നിന്റെ ആത്മാവ് നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ലോകം മുഴുവനും നിന്റെ കൈവെള്ളയിൽ കിട്ടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എന്തു ഗുണമെന്ന് ചോദിച്ച ബൈബിളിന്റെ അനുയായിയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അഹമ്മദ് കബീർ ബാക്കവി ഫാദർ ഷിബു പ്രതിനിധാനം ചെയ്യുന്നത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ക്രൈസ്തവതയല്ല എങ്കിൽ കബീർ ബാക്കവി പറയുന്നു, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നത്, ഇർഷാദ് മൗലവി പ്രതിനിധാനം ചെയ്യുന്നത്, തേജ് മുഹമ്മദ് മൗലവി പ്രതിനിധാനം ചെയ്യുന്നത് CST ഛത്രപതി ശിവജി ടെർമിനലിലേക്ക് ഒരു ചാരണ പോലെ കടന്നു വന്ന് ആയിരക്കണക്കിന് ആളുകൾ പോവുകയും വരികയും ചെയ്യുന്ന ഛത്രപതി ശിവജി ടെർമിനൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, 65 പ്ലാറ്റ്ഫോമുകളാണ് അതിന്. അവിടേക്ക് കടന്നു വന്ന് കയ്യിലിരിക്കുന്ന യന്ത്രത്തോക്ക് കൊണ്ട് മക്കളെ കാണാൻ പോയ അമ്മയുടെയും അമ്മയെ കാത്തിരുന്ന മക്കളുടെയും നെഞ്ചകത്തിലേക്ക് കാഞ്ചി വലിച്ച് ചിതറിത്തെറിച്ച് അവസാനം പാർലമെന്റ് മന്ദിരത്തിലേക്ക് ബോംബെയിൽ ഭീകരാക്രമണം നടത്തി കോടതിയിലേക്ക് ഹാജരാക്കുന്ന അമീർ അജ്മൽ കസബിനോട് പത്രക്കാർ ചോദിച്ചു, അജ്മൽ കസബ് നിനക്ക് എന്ത് പറയാനുണ്ട്? അജ്മൽ കസബ് പറഞ്ഞു, മഹാരാഷ്ട്ര പോലീസിന്റെ നേരെ കൈ ചൂണ്ടിയിട്ട് ഈ മുശ്രിക്കുകൾ, ഈ ബഹുദൈവ വിശ്വാസികൾ എനിക്ക് മഗ്രിബ് നിസ്കരിക്കാൻ മുസല്ല തന്നില്ല, ഞാനൊരു മുഅ്മിനാണ്, ഇവർ എനിക്ക് മഗ്രിബ് നിസ്കരിക്കാൻ മുസല്ല തന്നില്ല എന്ന് പറഞ്ഞ മഹാരാഷ്ട്ര പോലീസിന്റെ നേരെ കൈ ചൂണ്ടിയ അമീർ അജ്മൽ കസബ് എനിക്ക് മഗ്രിബ് നിസ്കരിക്കാൻ മുസല്ല കിട്ടിയില്ല എന്ന് പറഞ്ഞ അമീർ അജ്മൽ കസബിന്റെ ഇസ്ലാമിനെ അല്ല ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. CSTയിൽ പതിഞ്ഞിരുന്ന പാവപ്പെട്ടവരുടെ ഹൃദയത്തിലേക്ക്, നെഞ്ചകത്തിലേക്ക് വെടിയുണ്ട വായിച്ച അമീർ അജ്മൽ കസബിന്റെ ഇസ്ലാമിനെ അല്ല ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. ഞങ്ങളെ ഏറെ ദ്രോഹിച്ചിട്ടും ന്യൂനപക്ഷങ്ങളെ തകർത്തെറിയാൻ അജണ്ട ചെയ്തിട്ടും വൃക്ക തകരാറിലായി ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കടന്ന് ഞാൻ വൃക്ക മാറ്റിവെക്കാൻ പോകുന്നു എന്ന് ട്വിറ്ററിലൂടെ കുതിക്കുമ്പോ ഒരു മുസ്ലിം സമുദായത്തെ പ്രതിനിധാനം ചെയ്തു എന്റെ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന വൃക്ക നിങ്ങൾക്ക് ഞാൻ തരട്ടെയോ എന്ന് ചോദിച്ച ഉത്തർപ്രദേശുകാരനായ സൽമാന്റെ ഇസ്ലാമിനെയാണ് ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്
എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബിർലാ മന്ദിരത്തിലേക്ക് സന്ധ്യയാകുന്നതിന് മുമ്പേ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ പോകുന്ന ശുഷ്കിച്ച ചട്ടക്കൂടുള്ള ഒരു പാവപ്പെട്ട മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന രാഷ്ട്രപിതാവിന്റെ ഇടനെഞ്ചിലേക്കും അടിവയറ്റിലേക്കും കാലേ കൂട്ടി കരുതി വെച്ച കൈത്തോക്കിന്റെ കാഞ്ചി വലിച്ച് രാഷ്ട്രപിതാവിന്റെ കാലിൽ പ്രണമിക്കാനെന്ന വ്യാജേന പോയി രാഷ്ട്രപിതാവിനെ വെടിവെച്ച് താഴെ വീഴ്ത്തി അവസാനം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിന് മുമ്പ് തൂക്കുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ജയിലധികാരികളിൽ നിന്നൊരു വെള്ളപ്പേപ്പർ വാങ്ങി എനിക്കൊരു വസിയത്ത് എഴുതി വെക്കണമെന്ന അവസാനത്തെ വസിയത്ത് മുറുകെ പിടിച്ച പെൻസിൽ കൊണ്ട് വെള്ളക്കടലാസിൽ എഴുതി വെച്ചിട്ട് അതിന്റെ താഴെ ഞാനൊരു സനാതന ഹിന്ദു നാഥുറാം വിനായക് ഗോഡ്സെ എന്നെഴുതിയ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് വെടിവെച്ച നാഥുറാം വിനായക് ഗോഡ്സെ ഒരു സനാതന ഹിന്ദുവാണെങ്കിൽ ആ ഹിന്ദുത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സനാതന ഹിന്ദു എന്ന് പറഞ്ഞാൽ ജാതിഭേദം ദേശമേതുമില്ലാതെ സർവരും സോദരത്തേന വാടുന്ന മാതൃകാസ്ഥാനമാണിതെന്ന് അരുവിപ്പുറത്തെ ആശ്രമത്തിന് അരമതിലിൽ ആർജവത്തോടെ എഴുതി വെച്ച ശ്രീനാരായണ ഗുരുവിനെ ഒരിക്കൽ കൂടി സ്മരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ നിന്ന് മുടങ്ങുന്നത് വർഗീയതയുടെ വാക്കുകളല്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിങ്ങൾ നീതി കാണിക്കണേ, നിങ്ങൾ സമൂഹത്തോട് നീതിയെ നിഷേധിക്കപ്പെടരുത്. ആ വെള്ളിയാഴ്ചയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ നീതി എന്താണ് എന്ന് തന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു കൊടുത്തു. ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന തന്റെ കറുകറുത്ത പൊന്നുമോൻ നടന്നു പോകവേ കാല് തട്ടി ഉസാമത്ത് ബിൻ സെയ്ദ് താഴേക്ക് വീണു. പ്രവാചകൻ പള്ളിയുടെ മെമ്പറിൽ ഖുത്ബ ഓതുകയാണ്. ഖുത്ബ ഓതിക്കൊണ്ടിരിക്കവേ കറുത്തവനായ ഉസാമ താഴെ വീണ് പൊട്ടിക്കരഞ്ഞ് ഉസാമയുടെ മൂക്ക് പൊട്ടി രക്തമിടിഞ്ഞപ്പോ പള്ളിയുടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച മിമ്പറുകളിൽ നിന്ന് താഴെ കോടി വന്ന് പൊന്നുമോനെ ഉസാമ എന്ന് പറഞ്ഞ കറുകറുത്ത കുഞ്ഞിനെ തന്റെ കൈകൊണ്ട് താങ്ങിയെടുത്ത് മടിയിലേക്ക് വെച്ച് ഉസാമയുടെ മൂക്കിലൂടെ വന്ന രക്തത്തെ തന്റെ നാവ് കൊണ്ട് തുടച്ചു മാറ്റിയ ലോകത്ത് കറുത്തവനും വെളുത്തവനും തമ്മിൽ അന്തരമില്ല എന്ന് ലോകത്തോട് പറഞ്ഞ എന്റെ പ്രവാചകന്റെ ഓർമ്മ പെരുന്നാളാണിന്ന്. എന്റെ നേതാവിന്റെ അല്ല, ലോകത്തിന്റെ നേതാവിന്റെ ഓർമ്മ പെരുന്നാളാണിന്ന്. ആ ഓർമ്മ പെരുന്നാളിന്റെ മുമ്പിൽ നാം എല്ലാവരും സമചിത്തതയോടെ കാത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ രാജ്യത്തിനൊരു കാതലുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഇന്ത്യ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മഹിതമായ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ രാഷ്ട്രം നമുക്കുണ്ടാവണം. ആ രാഷ്ട്രം അങ്ങനെ തന്നെ നമുക്ക് നിലനിൽക്കണം. അതിന്റെ നാനാത്വത്തിൽ ഏകത്വം, അതിന്റെ ബഹുമുഖമായ സൗന്ദര്യം, ആ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കുക എന്നത് ഒരു ജനാധിപത്യ വിശ്വാസികളായ ഇന്ത്യ എന്നത് എന്റെ ദേശമാണ് എന്ന് ലോകത്തോട് ഉറക്കെ പറഞ്ഞ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്ന് നമുക്ക് പ്രതിജ്ഞ കൊടുക്കേണ്ട ഒരു സദസ്സാണിത്. വർഗീയത പാടില്ല, പക്ഷപാതിത്വം പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ ഒരു ക്ഷേമ രാഷ്ട്രം രൂപീകരിച്ചിരുന്നു. 23 വർഷം കൊണ്ട് തന്റെ ജന്മനാട്ടിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട് പാലായനം ചെയ്ത് മക്കയിലേക്ക് തിരിച്ചു വന്ന പ്രവാചകൻ 23 വർഷക്കാലം കൊണ്ട് ഒരു രാഷ്ട്രം സ്ഥാപിച്ചിരുന്നു. ആ രാഷ്ട്രത്തിൽ എല്ലാവരും തുല്യന്മാരായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും കൂടി നടന്ന് യാത്ര പോവുകയാണ്. പോകുന്ന വഴിയിൽ വിശന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നമുക്കൊരു ആടിനെ പിടിച്ചിറക്കാം. കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ നേതാവ് മുമ്പിൽ നടക്കുമ്പോ കൂടെയുണ്ടായിരുന്ന അനുയായികൾ ആടിനെ പിടിക്കാൻ ഓടി. ഒരാൾ പോയി ആടിനെ പിടിച്ചു കൊണ്ടുവന്നു. അനുയായികളിൽ ഒരാൾ പറഞ്ഞു, അനദബഹുഹ, ഞാൻ ഇതിനെ അറുക്കാം. അപ്പൊ അടുത്ത അനുയായി പറഞ്ഞു, നബിയെ അങ്ങേക്ക് വേണ്ടി അനനസഹുഹ, ഞാൻ ഇതിന്റെ തോലുരിഞ്ഞു മാറ്റിത്തരാം. അപ്പോൾ വേറൊരാൾ പറഞ്ഞു, നബിയെ അനതബഹുഹ, തങ്ങളുടെ നേതാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അനുയായികൾ പറഞ്ഞു, നബിയെ ഞാൻ ഇതിനങ്ങേക്ക് രുചികരമായി ഭക്ഷണം പാചകം ചെയ്തു തരാം. ആ സമയത്ത് ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും വലിയ ഭരണാധികാരി ആരെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനുയായികളെ, എന്നാൽ ഞാൻ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവന്ന് തലയിൽ ചുമന്ന് ഞാൻ ആ വിറക് ചുമന്നു കൊണ്ടുതരാം. തന്റെ അനുയായികൾ മുഴുവനും കട്ടപ്പെടുമ്പോ ആ കട്ടപ്പാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ഭാഗം ഏറ്റെടുത്തിട്ട് നിങ്ങൾ ആടിനെ അറുത്താൽ, ഒരാൾ പറഞ്ഞു ഞാൻ ഉരിച്ചു തരാം,
ഏറ്റവും പ്രയാസകരമായ ജോലി ഞാൻ വിറക് ചുമന്നുകൊണ്ട് തരാമെന്ന് ലാളിത്യത്തോടെ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാതൃക നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പറയട്ടെ. നോട്ട് നിരോധത്തിൽ വയോധികരും പാവപ്പെട്ടവരുമൊക്കെ ATM മുമ്പിൽ ക്യൂ നിന്ന് തളരുമ്പോ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഭരണാധികാരിയായിരുന്നു നാം ആഗ്രഹിച്ചിരുന്നത്. ജോർജ് വാഷിംഗ്ടനെ പോലെ. വാഷിംഗ്ടൺ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ആളുകൾ ചുമട് കയറ്റുകയാണ്. അപ്പോ വാഷിംഗ്ടൺ വന്നിട്ട് അയാളോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ ഒന്ന് സഹായിക്കട്ടെ? അദ്ദേഹം പറഞ്ഞു, സഹായിക്ക് വഴിയാത്രക്കാരനാണ്, അവിടെ തിരിച്ചറിഞ്ഞില്ല. ജോർജ് വാഷിംഗ്ടൺ ആ ചുമട്ടുകാരെ സഹായിച്ചു ചുമട് മുകളിലേക്ക് കയറ്റാൻ. വൈകുന്നേരം ഈ ചുമട്ടുകാരെ മുഴുവനും തന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ പ്രയത്നത്തിന് പകരമായി സമ്മാനം കൊടുക്കുന്ന ആളുടെ മുമ്പിൽ പോയപ്പോഴാണ് അവർ അറിഞ്ഞത് രാവിലെ തങ്ങളുടെ കൂടെ ചുമട് കയറ്റിയത് തങ്ങളുടെ പ്രധാനമന്ത്രിയായിരുന്ന ജോർജ് വാഷിംഗ്ടൺ ആണ് എന്ന്. തങ്ങളുടെ പ്രജകളുടെ ഉള്ളിലൂടെ ഇറങ്ങി നടക്കുന്ന, അവരുടെ ദുഃഖങ്ങൾ അറിയുന്ന, അവരുടെ പ്രയാസങ്ങൾ അറിയുന്ന, അവരുടെ ആകുലതകളിലും വ്യാകുലതകളും പങ്കാളികളായ ഒരു നേതാവായി മാറാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കഴിഞ്ഞു എന്നതാണ്. ആ പ്രവാചകനെ 1400 വർഷങ്ങൾക്കപ്പുറം ഇന്നും ലോക മനസ്സുകളിൽ ജീവിച്ചിരിക്കുന്ന ഒരു ലോക നേതാവാക്കി മാറ്റിയത് എങ്കിൽ ഒരു നേതാവിനുണ്ടാകേണ്ട ഗുണമതാണ്. അടിച്ചമർത്തലിന്റെയും പിടിച്ചെടുക്കലിന്റെയും പിടിവാശിയുടെയും അടിമത്തത്തിന്റെയും നടുവിൽ എന്തൊക്കെയോ മറന്നു പോകുന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ ഈ മലയാളത്തിന്റെ, ഈ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ സ്മൃതികളെ ഞാൻ നിങ്ങൾക്കൊന്ന് ഓർമ്മിപ്പിച്ചു തരട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയായിരുന്നു ഗ്രേറ്റ് അലക്സാണ്ടർ. ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ പറയുകയാണ്. സൗമ്യതയുടെ, സ്നേഹത്തിന്റെ, ഉദാരതയുടെ, ആർദ്രതയുടെ, വിട്ടുവീഴ്ചയുടെ, ബഹുമാനത്തിന്റെ, പരസ്പര ബഹുമാനത്തിന്റെ, പ്രതിപക്ഷ ബഹുമാനത്തിന്റെ, നന്മയുടെ, സ്നേഹത്തിന്റെ അതേ ഭാഷയിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഒരു ഭരണാധികാരിയോടല്ല, ലോകം മുഴുവനും അടിച്ചമർത്തപ്പെടുന്ന ഭരണാധികാരികളോട്. അടിച്ചമർത്തൽ ആയുധമാകുന്ന ഏകാധിപത്യത്തിന്റെ, വംശാധിപത്യത്തിന്റെ അപ്പോസ്തലന്മാർ മുസ്ലിമിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. സുഷമാ സ്വരാജിന് വൃക്ക കൊടുക്കാൻ മാത്രമല്ല, 1949 മുതൽ ആഗോള വ്യാപകമായി അടിച്ചമർത്തപ്പെടുന്ന ഫലസ്തീനിലെ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കറിയാം. ആഗോള വ്യാപകമായി ചുറ്റടക്കാൻ, ഭക്ഷണവും കിടക്കാൻ, തലതായ്ക്കാൻ ഇടവും കൊടുത്ത തങ്ങളെ ജന്മനാട്ടിൽ നിന്ന് നാട്ടിയോടിച്ചു തുല്യതയില്ലാത്ത ക്രൂരതകളെ നൽകിയ, പിതാവിന്റെ മാറിൽ പിടിച്ചുകൊണ്ടു പോകുന്ന പ്രിയപ്പെട്ട മകളെ പിതാവിന്റെ മാറിൽ നിന്ന് വലിച്ചെടുത്തിട്ട് പിതാവിന്റെ നെഞ്ചിലേക്ക് കാഞ്ചി വലിച്ചു. പ്രിയപ്പെട്ട പിതാവ് വെടിയുണ്ടകൾ കൊണ്ട് പിടയുന്ന പിതാവിന്റെ നെഞ്ചിലേക്ക് വാവിട്ട് കരയുന്ന കുഞ്ഞിന്റെ മുകളിലേക്ക് യന്ത്രത്തോക്കുകൾ കൊണ്ട് കഥ പറയുന്ന കിരാതരായ ഇസ്രയേലികൾ. ഇസ്രയേൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ഇസ്രയേലും ഫലസ്തീനും വേർതിരിക്കുന്ന ഒരു മതിലുണ്ട്. ഇസ്രയേലിൽ പോയാൽ ഇപ്പോഴും കാണാം ഒരു മതിലുണ്ട്, വലിയ ഒരു മതിൽ. ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ വേർതിരിക്കുന്ന മതിൽ. എപ്പോഴെങ്കിലും പറ്റുമെങ്കിൽ, ഫാദർഷിപ്പ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ക്രൈസ്തവരുടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഇസ്രയേൽ, ഫലസ്തീൻ, ജോർദാൻ. അയ്യൂബ് നബിയുടെ കിണറടക്കമുള്ള ധാരാളം സംസ്കാരത്തിന്റെ പിന്നാമ്പുറങ്ങളുടെ അടയാളങ്ങൾ യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ ശേഷിച്ചു വെച്ചിരിക്കുന്ന നാട്. അവിടെ ഒരു മതിലുണ്ട്. ആ മതിലിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അറബി ഭാഷയിൽ. അത് വായിച്ചാൽ മതി ഫലസ്തീൻ എന്തെന്നറിയാൻ. അത് വായിച്ചാൽ മതി. മതിലിന്റെ വിലാപം. അത് മാത്രം മതി, ഒരു സിനിമയുടെ പേരല്ല, മതിലിന്റെ വിലാപമാണത്. ആ വലിയൊരു രണ്ട് ജനതയെ തമ്മിൽ വേർതിരിച്ച ഒരു മതിലിന്റെ മുകളിൽ അവരവരുടെ അനുഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്ത സമയത്ത് അവിടെ തന്നെ 3ാമത്തെ യാത്ര, ഞാൻ അവിടെ പോകുമ്പോൾ താമസിക്കുന്ന എന്റെ ഹോട്ടലിന്റെ മുറിയിൽ നിന്ന് ജനാലമല്ലേ ഒന്ന് തുറന്നു നോക്കി. നിങ്ങൾ പറയുമല്ലോ ഫലസ്തീൻ ഭീകരവാദ രാഷ്ട്രമാണെന്ന്. ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ ചേരിചേരാ നയത്തിൽ നിന്ന് മാറി ഇന്ത്യ ഇസ്രയേലിനെ പിന്തുണച്ചത് ഇപ്പോഴാണ്. ഇതുവരെ ഇന്ത്യ ഫലസ്തീന്റെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൃത്യമായ ബോധത്തോടെ, കൃത്യമായ വിവരത്തോടെ, കൃത്യമായ കണക്കുകൂട്ടലോടുകൂടെയാണ് എന്തുകൊണ്ടാണ് ഫലസ്തീൻ എന്ന വേട്ടയാടപ്പെട്ട ഇരയുടെ ശബ്ദത്തിൽ നിന്ന് വേട്ടക്കാരന്റെ അടുക്കലേക്ക് ഇന്ത്യ രാജ്യത്തിന് ചുവടുമാറ്റമുണ്ടായത്. ഇപ്പോൾ ഇന്ത്യ വേട്ടക്കാരന്റെ കൂടെയാണ്. വേട്ടയാടപ്പെട്ട ഇരയെ ഇന്ത്യ മറന്നുപോയി. നിങ്ങൾക്കറിയില്ല ഫലസ്തീൻ എന്തെന്ന്. ആ ഫലസ്തീൻ പോയി കണ്ടാൽ മാന്യമായ പാർപ്പിടമില്ലാത്ത ലോകത്തിലെ ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള നാട് ഗസയാണ്. ആ ഗസയിൽ 9 വർഷമായി വിദ്യുച്ഛക്തിയില്ല, വൈദ്യുതിയില്ല, കുടിവെള്ളമില്ല. ഇസ്രയേലിന്റെ നരാധമന്മാര് മുഴുവനും വൈദ്യുതിയും വെള്ളവും വിച്ഛേദിക്കപ്പെട്ട് നരകയാതനടിക്കുന്ന ഒരു ജനത. ആ മതിലിലേക്ക് അനേകം ഫലസ്തീനികളുടെ കുടയടയാളങ്ങളും വീടുകളും തട്ടിത്തകർത്ത് തരിപ്പണമാക്കിയ ആ മതിലിൽ പണിയപ്പെട്ടപ്പോ ജനലിലൂടെ ഞാൻ നോക്കിയപ്പോൾ അതിൽ എഴുതി വെച്ചിരിക്കുന്നു ഒരു പെൺകുട്ടി, സാറ മജീദ്
എന്നാണ് അവളുടെ പേര്. താഴെ അവൾ എഴുതി വെച്ചിട്ടുണ്ട് അറബി ഭാഷയിൽ. ഈ മതിലിന്റെ ഓരോ മീറ്ററിലും ഓരോരുത്തരുടെ കഥനകഥ. നമ്മൾ പറയില്ലേ കുടിയിറക്കപ്പെട്ടവന്റെ മേൽവിലാസമെന്ന്. ദേശീയപാതയുടെ വികസനത്തിന് വേണ്ടി, എയർപോർട്ടിന്റെ വികസനത്തിന് വേണ്ടി കുടിയിറക്കപ്പെട്ടവന്റെ ദീനവിലാപത്തിന് അക്ഷര ആവിഷ്കാരമെന്ന് നാം അവകാശ സമരത്തിന് അടയാളം പറയുന്നത് പോലെ ആ മതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവൾ എഴുതുകയാണ്, ഞാനൊരു രാത്രിയിൽ കാല് തളർന്നുപോയ എന്റെ പിതാവിനും ഭർത്താവ് മരിച്ചുപോയ എന്റെ 2 മക്കൾക്കും വിധവയായ ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് എന്റെ വീടിന്റെ മതിലുകൾ തകർത്തുകൊണ്ട് ഇസ്രയേലിന്റെ ബുൾഡോസർ കടന്നു വന്നത്. അരുതേ എന്ന് നിലവിളിക്കുന്നതിന് മുമ്പ് 2 കാലം തളർന്നിട്ട് ബുൾഡോസറിന്റെ ഭീമാകാരമായ ചക്രം കണ്ടിട്ട് എഴുന്നേറ്റോടാൻ പോലും കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന എന്റെ പിതാവിന്റെ നെഞ്ചകത്തൂടി ബുൾഡോസർ കടന്നു കയറി. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ കറങ്ങിപ്പോകുന്ന ബുൾഡോസറിന്റെ ഭീമാകാരമായ ടയറിൽ എന്റെ പിതാവിന്റെ ശരീരം പറ്റിപ്പിടിച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. മറുഭാഗത്ത് ഞാൻ നോക്കിയപ്പോ പിതാവിന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന എന്റെ ഇളയ പൊന്നുമോൻ. ഞാൻ എന്റെ മൂത്ത മകനെയും എടുത്തുകൊണ്ടോടി. ഞാൻ ഓടിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ അതേവരെ എന്റെ സ്വപ്നമായി ഞാൻ തടുക്കൂട്ടിയ എന്റെ വീട് നിലം പരിശായി മാറിയിരുന്നു. ആ വീടിന്റെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ ഞാൻ നോക്കുമ്പോ എന്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചതഞ്ഞരഞ്ഞു കിടക്കുന്ന എന്റെ പിതാവിന്റെ മൃതദേഹം, എന്റെ പിതാവിന്റെയും എന്റെ ഇളയ മകന്റെയും മൃതദേഹത്തിന്റെ മുകളിലാണ് ഇസ്രയേലിന്റെ ഈ മതില് പണിയപ്പെട്ടതെന്ന് ഓരോ മീറ്ററുകളും തങ്ങളുടെ അനുഭവങ്ങൾ എഴുതി താഴെ വെച്ച് സാറാ മജീദ് എന്ന പെൺകുട്ടി ഓർക്കുകയാ. ഇസ്ലാമിനെ ഭീകരവാദം എന്ന് വിളിക്കുന്നവരോട്, ഫലസ്തീനിലെ ഭീകരവാദികൾ എന്ന് വിളിക്കുന്നവരോട് ഈ സായം സന്ധ്യയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെങ്കിൽ തോന്നുക. ഈ അടുത്ത കാലത്ത് ഇസ്രയേലിനെ മുഴുവനെ തട്ടി തകർത്ത് തരിപ്പണമാക്കിയ തീക്കാറ്റ് പടർന്നു പിടിച്ചപ്പോ തങ്ങളുടെ നെഞ്ചിന് നേരെ വെടിവെച്ച, തങ്ങളുടെ മക്കളെ ചതച്ചരച്ച് നിർഭരരാക്കിയ, തങ്ങളുടെ മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തി തങ്ങളെ അനാഥരാക്കിയ ഇസ്രയേൽ ഭീകരന്മാരുടെ ശരീരത്തിലൂടെ തീക്കാറ്റാഞ്ഞു കയറി തുർക്കിയും റഷ്യയും പോലും കൈകൊടുത്തിട്ട് പോലും അത് അടിച്ചമർത്താൻ കഴിയാതെ ഇസ്രയേലിന്റെ മുഴുവൻ ജനതയും തകർത്ത് തരിപ്പണമാക്കി തീക്കാറ്റാഞ്ഞു വീശുമ്പോ ഒരു മതിലിന്റെ അപ്പുറത്ത് തങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയവർ, തങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയവർ, തങ്ങളുടെ മക്കളെ അനാഥകളാക്കിയവർ, തങ്ങളുടെ ഭാര്യമാരെ വിധവകളാക്കിയവർ, തങ്ങളെ ജീവച്ചവങ്ങളായി കൈകാലുകൾ തകർത്ത് തരിപ്പണമാക്കിയവർ തീയിൽ കിടന്ന് നിലവിളിക്കുമ്പോ ആ സമയത്ത് ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് ചോദിച്ച് ടാങ്കറിൽ വെള്ളവുമായിട്ട് ഓടിച്ചെന്നത് ഫലസ്തീനിലെ ആട്ടിടയന്മാരായ അറബികളാണ് എങ്കിൽ ഇതാണ് ഇസ്ലാം എന്ന് ലോകത്തോട് പറയാൻ ആ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യല്. ആരാണ് അവർ ഇത് പഠിപ്പിച്ചു കൊടുത്തതെന്നറിയോ? ഇത് പഠിപ്പിച്ചു കൊടുത്തത് നെപ്പോളിയൻ അല്ല, നെപ്പോളിയൻ ബോണപ്പാട്ടല്ല, അലക്സാണ്ടർ അല്ല. അവരെ പഠിപ്പിച്ചു കൊടുത്തത് 10 വർഷം തന്റെ ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ട് മദീനയിൽ പോയി അഭയാത്തിയെ പോലെ കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്ന് മക്ക മുഴുവനും തന്റെ കാലിന്റെ കീഴിൽ അമർന്നു കിടക്കുമ്പോ ആ സമയത്ത് മക്ക എന്ന് പറയുന്ന തന്നെ ആട്ടിയോടിച്ച തന്റെ സഹോദരനായ ബിലാലിനെ മലത്തി കിടത്തിയിട്ട് നെഞ്ചിലേക്ക് കരിങ്കല്ല് വെച്ച് ആ ബിലാലിന്റെ കാലുകൾ കുതിരയുടെ കാലുകളെ കെട്ടി മരുഭൂമിയിലൂടെ വലിച്ചെറിയുമ്പോ ചുറ്റുപടുത്ത് കിടക്കുന്ന സൂര്യന്റെ താഴെ കഠിനമായ പീഡനങ്ങളേറ്റു വെള്ളം വെള്ളമെന്ന് നിലവിളിക്കുന്ന ബിലാലിന്റെ മുമ്പിലേക്ക് ഉമയ്യത്ത് ബിൻ ഖലഫ് വെള്ളമെന്ന് നിലവിളിക്കുന്ന ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊടിച്ചു കൊടുത്ത ഉമയ്യത്ത് ബിൻ ഖലഫിനെ പോലെയുള്ള കൈബാലയത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുമ്പോ ചീഞ്ഞളിഞ്ഞ വട്ടകത്തിന്റെ കുടൽമാല തന്റെ കഴുത്തിൽ വെച്ച അബൂജഹലിനെ പോലെയുള്ള ആളുകൾ തന്റെ മുമ്പിൽ വന്ന് പഞ്ചപുച്ഛമടക്കി വിനീത വിധേയന്റെ വിഡ്ഢിവേഷം കെട്ടി നിൽക്കുമ്പോ തന്റെ കാൽ കീഴിൽ മക്ക അമർന്നു നിൽക്കുമ്പോ മക്കയുടെ അതിർത്തിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ 10,000-കണക്കിന് അനുയായികൾ സർവായുധ വിഭൂഷിതരായി തങ്ങളെ ആക്രമിച്ചവരോട് പ്രതികാരം ചെയ്യാൻ കാത്തു നിൽക്കുമ്പോ ലോക ചരിത്രത്തിന്റെ തുല്യതയില്ലാത്ത പദപ്രയോഗം മൻദഖല ദാറഹു വഅഗ്ലക ബാബഹു ഫഹുവ ആമിൻ വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ വമൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ. ആര് വീടിന്റെ ഉള്ളിൽ കടന്ന് കഥകടച്ചു കുറ്റിയിട്ടു അവർക്ക് ഞാൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ. ആര് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ കയറി ആരൊക്കെ കയറിയിരിക്കുന്നു അവർക്ക് ഞാൻ നിർഭയത്വം വാഗ്ദാനം ചെയ്യുന്നു. മൂന്നാമതൊരു വാക്കുണ്ട്, വമൻ ദഖല ദാറ അബീ സുഫിയാന ഫഹുവ ആമിൻ. എന്നെ കൊല്ലാൻ വേണ്ടി മദീനയിലേക്ക് വന്ന ഇന്നെന്റെ കാൽ കീഴിൽ നിൽക്കുന്ന അബൂ സുഫിയാന്റെ വീട്ടിൽ ആരൊക്കെ കയറിയോ അവർക്ക് ഞാൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഇസ്ലാം വളർന്നത്. സ്വന്തം എതിരാളിയുടെ വീട്ടിൽ കയറി വാതിലടക്കുന്നവന് സംരക്ഷണം വാഗ്ദാനം ചെയ്ത ഒരു നേതാവിനെ ലോകത്ത് കാണാനുണ്ട് എങ്കിൽ ആ നേതാവിന്റെ പേരാണ് നിയമവിദ്യാർത്ഥികൾ നിയമം പഠിക്കാൻ വേണ്ടി പോകുന്ന ലങ്കൻസ് ഇൻ എന്ന് പറയുന്ന ഒരു കുടീരമുണ്ട്. അവിടെ ധാരാളം
നേതാക്കന്മാരുടെ ചിത്രം വെച്ചിട്ടുണ്ട്. നെപ്പോളിയന്റെ, അലക്സാണ്ടറിന്റെ, ഗഥയുടെ, ബിദോവന്റെ, സോക്രട്ടീസിന്റെ, എബ്രഹാം ലിങ്കന്റെ ചിത്രം കടിഞ്ഞ് അതിന്റെ മറുഭാഗത്ത് ഒരു ചിത്രമില്ലാത്തൊരു കോളമുണ്ട്. അവിടെ ചിത്രമില്ല. അതിന്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, ഇദ്ദേഹം അറേബ്യ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആദരിക്കപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പൗരാവകാശം മുഴുവനും വകവെച്ചു കൊടുക്കപ്പെട്ടിരുന്നു. ആ ചിത്രമില്ലാത്ത, എന്നാൽ ചിത്രമുണ്ടോ? ഉണ്ട്. ആരുടെ കയ്യിൽ? ഈ കിളിമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ തടിച്ചുകൂടിയ ആബാലവദ്ധ മുസ്ലിം സഹോദരങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുസ്തഫ ആഷിക്കോങ്കി സീനോമേ, ഞങ്ങളുടെ നെഞ്ച് പിളർന്നാൽ ഞങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങളുടെ കരൾ പിളർന്നാൽ ഞങ്ങളുടെ കരളിന്റെ പുറകിലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ഞങ്ങളുടെ ചിന്താധാരകൾക്ക് ജീവൻ വെച്ചാൽ ആ ചിന്താധാരകളുടെ അക്ഷര വടവുകളുടെ ഉള്ളിലുണ്ട് നബി മുഹമ്മദ് മുസ്തഫ. ശ്രീകൃഷ്ണന്റെ ചിത്രം ലഭ്യമാണ്, പരമശിവന്റെ ചിത്രം ലഭ്യമാണ്, നാരായണ ഗുരുവിന്റെ ചിത്രം ലഭ്യമാണ്, യേശുവിന്റെ ചിത്രം ലഭ്യമാണ്. പക്ഷെ മുഹമ്മദ് നബിയുടെ ചിത്രം ലഭ്യമല്ല. പക്ഷേ ഞങ്ങളുടെ ഹൃദയം തുറന്നാൽ ഡാവിഞ്ചിയെ പോലെ മാസ്മരികമായ കരവിരുതുകളുള്ള, പിക്കാസോയെ പോലെ മാസ്മരികമായ കരകൗശലമുള്ള ഒരു ചിത്രകാരന് ഞങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിലെ തുടിപ്പുകളുടെ ആനന്ദത്തിന്റെ, സവിശേഷത്തിന്റെ, പ്രണയത്തിന്റെ വാക്കുകൾ കൊണ്ട് വരച്ചെടുക്കാൻ കഴിയുന്ന ഒരു രൂപമുണ്ട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ. സുറുമയിട്ടില്ലെങ്കിൽ പോലും ഇട്ടതുപോലെ തോന്നുമെന്ന് അബൂ ഹുറൈറ പറഞ്ഞ നീണ്ട തലമുടികളുള്ള, നീണ്ട തലമുടിയുള്ള, നല്ല ശരീരത്തിലൂടെ നെറ്റിത്തടത്തിൽ വിയർപ്പങ്ങോളും ഒരുമിച്ചു നിന്ന ഞങ്ങളുടെ ലോകത്തിന്റെ നേതാവ്. ആ പ്രവാചകന് ചിത്രമുണ്ടായിരുന്നില്ല. എന്നിട്ട് ലങ്കൻ സിയറിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ സ്ത്രീ ആദരിക്കപ്പെട്ടിരുന്നു. ഈ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരുന്നില്ല. പൗരാവകാശം ലംഘിക്കപ്പെട്ടാത്ത ഒരു ഭാരതം, ആ ഭാരതമാണ് നമുക്ക് വലുത്. അതുകൊണ്ട് ഒരേപോലെ തന്നെ മാവോവാദി എന്ന പേരിൽ വെടിവെച്ചു കൊന്നവനോട് രാഷ്ട്രത്തിന് വിധ്വംസക പ്രവർത്തനങ്ങൾ അവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ നീതിപീഠത്തിന് മുമ്പിൽ ഹാജരാക്കി നീതിപീഠം പറയുന്ന, ഭരണഘടന അനുശാസിക്കുന്ന ശിക്ഷയാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കേണ്ടത് എന്ന് നിലമ്പൂരിൽ പിടികൊല്ലപ്പെട്ട് വെടിവെച്ചു കൊല്ലപ്പെട്ട മാവോവാദികളും 32 അടി ഉയരമുള്ള തടവ് ചാടി എന്ന സാങ്കല്പികമായ കഥമനഞ്ഞ് നിവർത്തിവെച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിന്ന് കാഞ്ചി വലിച്ച് നെഞ്ചിലേക്ക് പിടഞ്ഞു വീണ സിമി പ്രവർത്തകരെന്ന പേരിൽ തകർന്നു പോയ 8 ചെറുപ്പക്കാരും, അവര് സിമി പ്രവർത്തകരാണെങ്കിൽ, അവര് രാജ്യത്ത് വിദ്വേഷം വിതച്ചിട്ടുണ്ടെങ്കിൽ, അവര് മതതീവ്രവാദം നടത്തിയിട്ടുണ്ടെങ്കിൽ നീതിപീഠമാണ് അവർക്ക് വിക്ഷേപിക്കേണ്ടത് എന്ന് ഒരേ സമയത്ത് പറഞ്ഞുകൊണ്ട് ജോർജ് ഓണക്കൂർ പറഞ്ഞതാണ് ശരി. ഇന്ത്യ രാജ്യത്തിന്റെ ജുഡീഷ്യറി ചിലന്തി വല പോലെയാണ്. അതിൽ കൊതുകോ പല്ലിയോ പാറ്റയൊക്കെ കുടുങ്ങും, അതിൽ സിംഹം കുടുങ്ങില്ല, അതിൽ കടുവ കുടുങ്ങില്ല. കേരളത്തിന്റെ പ്രശസ്തനായ സാഹിത്യകാരൻ ജോർജ് ഓണക്കൂറിന്റെ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയുടെ ജുഡീഷ്യറി ചിലന്തി വല പോലെയാണ്. അതില് അന്നം തേടി പറന്നു പോകുന്ന വഴിയിൽ അറിയാതെ കാലിടറിപ്പോകുന്ന ചെറിയ കൊതുകുകളും ഈച്ചകളും മാത്രമേ കുടുങ്ങൂ. അതിൽ വനത്തിലെ പുലി കുടുങ്ങൂല. അതിൽ പെടുന്നത് പാവം 1.5 കാലുള്ള മദനി. വിജയ് മല്യ അതിൽ പെടില്ല. കാരണം ജുഡീഷ്യറി ചിലന്തി വല പോലെ അലങ്കരിച്ചു പോകുമ്പോൾ, പൗരാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോ, അധികാരങ്ങൾ തട്ടഹസിച്ചു വരുമ്പോ ഈ പൗരാവകാശം സംരക്ഷിക്കപ്പെടേണ്ടേ? അറബിക്കടലിന്റെ ആരവം പോലെ ആയിരങ്ങൾ ആർത്തലച്ചു വരുമ്പോഴും അർദ്ധരാത്രിയുടെ ആരവത്തിന്റെ ഇടയിൽ അതിർത്തി രേഖ കാത്താനിരിക്കുന്ന ആർജവമുള്ള ഇന്ത്യൻ പട്ടാളക്കാരനായ ഒരു പട്ടാളക്കാരന്റെ പിതാവിനെയാണ് ഗോമാംസം കടിച്ചു എന്ന പേരിൽ ചുട്ടുകട്ട കൊണ്ടും ചെരുപ്പ് കൊണ്ടും കല്ലുകൊണ്ടും തച്ചുടച്ച് ആ പാവപ്പെട്ടവന്റെ ചിതറിത്തെറിച്ച തല ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ വീഴുമ്പോ ആ മനുഷ്യൻ മുഹമ്മദ് അഖിലാഖിന്റെ മകൻ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന, ഞാനൊന്ന് ചോദിക്കട്ടെ, മുഹമ്മദ് അഖിലാഖിനെ ബീഫ് കടിച്ചെന്ന പേരിൽ ആരാ ബീഫ് കടിക്കേണ്ടത്? പിന്നീട് അത് പരിശോധനയിൽ അജമാംസമാണ്, ഗോമാംസമല്ല എന്ന് തെളിയുമ്പോഴും കുറ്റബോധമില്ലാതെ തങ്ങളുടെ അതിർത്തിയിൽ തങ്ങളുടെ അയൽപക്കത്ത് കിടന്നൊരു മനുഷ്യനെ നിഷ്ഠൂരമായി ചുട്ടിക കൊണ്ടും ഇട്ടിക കൊണ്ടും തല തല്ലി അയാൾ ചെയ്ത ഒരേ ഒരു കാര്യം ബീഫ് കടിച്ചു പത്രേ. അത് ബീഫ് പോലുമല്ലായിരുന്നു. ആ സമയത്തും മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ബീഫ് കടിച്ചതിന്റെ പേരിൽ തലപ്പൊട്ടി പിളരേണ്ടി വന്ന ആ പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മകൻ അപ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ വാഗ അതിർത്തിക്കപ്പുറം പച്ചത്തലപ്പാവം കെട്ടി പച്ചത്തൊപ്പിയും വെച്ച് നമ്മളെ പരിചയപ്പെടുത്തുന്ന കുരു തക്ബീർ എന്ന് വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ പട്ടാളക്കാർ ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ മണ്ണിലേക്ക് ഭീകര
ഭീകരവാദത്തിന്റെ അണികളായി വരുമ്പോ തന്റെ വെഞ്ചും വിരിച്ചുകൊണ്ടതിനെ തകർക്കാൻ ഇന്ത്യ രാജ്യത്തിന് 100 കോടിയോളം വരുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഭാരതീയന്മാർക്ക് സ്വച്ഛന്തമായി കിടന്നുറങ്ങാൻ അതിർത്തിയിൽ ആരവം പോലെ വരുന്ന പാകിസ്ഥാൻ പട്ടാളത്തിനോട് പോരാടാൻ നിന്ന ഒരു പാവപ്പെട്ട സൈനികന്റെ പിതാവിനെയാണ് ഇതേപോലെ നിഷ്ഠുരമായി കൊന്നതെങ്കിൽ എന്തായിരുന്നു ആ പിതാവ് ചെയ്ത കുറ്റം? തന്റെ മകനെ ഇന്ത്യ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പറഞ്ഞു വിട്ടതോ? അതിർത്തി കാക്കാൻ പറഞ്ഞു വിട്ടതോ? അതിർത്തിയിൽ വന്നത് ചൈനക്കാരായിരുന്നില്ല, അതിർത്തിയിൽ വന്നത് പാകിസ്ഥാൻകാരായിരുന്നു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പോകാനുള്ള മക്കയൊന്നുമല്ലാതെ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പുണ്യമുള്ള സ്ഥലം എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ മുസ്ലിമീങ്ങളുടെ രാജ്യമൊന്നൊന്നുമല്ല. പാകിസ്ഥാൻ വാദമുയർത്തിയത് മുഹമ്മദ് അലി ജിന്നയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മുഹമ്മദ് അലി ജിന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വസിക്കാൻ ഒരു രാഷ്ട്രമുണ്ടായതല്ല, അതിന്റെ ഉള്ളിൽ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മുഹമ്മദ് അലി ജിന്ന മുസ്ലിമായിരുന്നുവെങ്കിലും, അദ്ദേഹം മുസ്ലിമായിരുന്നെങ്കിലും മുഹമ്മദ് അലി ജിന്ന മുഅ്മിനായിരുന്നില്ല. മുഹമ്മദ് അലി ജിന്ന വിവാഹം കഴിച്ചത് ഒരു മുത്തക്കിയായ ബുർക്കയിട്ട പെണ്ണിനെയല്ല. ഇതൊക്കെ പറയുന്ന ആളുകൾ ചരിത്രത്തെ വ്യഭിചരിക്കാതെ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് കടന്നു പോകണം. മുഹമ്മദ് അലി ജിന്ന ഞങ്ങളുടെ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതാവൊന്നുമല്ല. ആണോ? മുഹമ്മദ് അലി ജിന്ന ഭാരതീയ മുസ്ലിമീങ്ങളുടെ ഹറമിലെ ഇമാമൊന്നുമല്ല. ആരാ മുഹമ്മദ് അലി ജിന്ന? പാകിസ്ഥാൻ വാദമുയർത്തി മുസ്ലിമീങ്ങൾക്ക് ഒരു രാജ്യം വേണമെന്ന് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞത് മുസ്ലിമീങ്ങളോടുള്ള ഏറ്റവും വലിയ താല്പര്യം കൊണ്ടായിരുന്നില്ല. കാരണം മുഹമ്മദ് അലി ജിന്ന വിവാഹം കഴിച്ചത് രതീബായി എന്ന് പറയുന്ന പട്ടാണിയായ ഹൈന്ദവ സ്ത്രീയാണ്. മുഹമ്മദ് അലി ജിന്നയുടെ ഇളയ മകൾ വിവാഹം കഴിച്ചത് ഒരു ക്രിസ്ത്യാനിയാണ്. അങ്ങനെ ജീവിച്ചിരുന്ന മുഹമ്മദ് അലി ജിന്ന അത്രയ്ക്ക് വലിയ മുത്തക്കിയായതുകൊണ്ടല്ല, രാഷ്ട്രീയപരമായ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് പാകിസ്ഥാൻ രൂപീകരിക്കപ്പെട്ടത്. അതുകൊണ്ട് 1060 കഴിഞ്ഞാലും അലമാലകൾ ആത്തിരമ്പി വന്നാലും ഇന്ത്യ രാജ്യത്ത് ജനിച്ച ഞങ്ങൾ ഇന്ത്യ രാജ്യത്ത് തന്നെ മരിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് അലി ജിന്ന നമ്മുടെ മതവാദിയൊന്നുമായിരുന്നില്ല, അത്ര വലിയ മുത്തക്കിയുമായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇപ്പോൾ സ്നേഹത്തോടെ ഓർമ്മിക്കുന്ന ഒരു പേരുണ്ട്, മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യ രാജ്യത്തിന്റെ മാനവശേഷി വകുപ്പ് മന്ത്രി, ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന വിദ്യാഭ്യാസ തലം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട മന്ത്രിമാരോട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഇരിക്കുന്ന അതേ കസേരയിൽ ഇരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു, മൗലാന അബുൽ കലാം ആസാദ്. അദ്ദേഹമാണ് ഖുർആനിന് തഫ്സീർ എഴുതിയത്. മൗലാന അബുൽ കലാം ആസാദ് അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന് തർജ്ജിമ എഴുതിയ ആളാണ്. മൗലാന അബുൽ കലാം ആസാദ് അത്രയും വലിയ മതഭക്തിയുള്ള മതവിശ്വാസിയായിരുന്നിട്ടും ഖുർആനിന് അദ്ദേഹം സ്വന്തം ഭാഷയിൽ വിവർത്തനം ഉണ്ടാക്കിയിട്ടും അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ, പുരാവസ്തു വകുപ്പ് കൈകാര്യം ചെയ്തപ്പോ ഖുർആൻ മുഴുവനും ഈ ഇന്ത്യയിലെ മുഴുവൻ മദ്രസയിലും ഇത്രയും പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കണമെന്ന് മൗലാന ആസാദ് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിന്റെ മുഴുവൻ സന്ദേശങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ കുത്തിക്കയറ്റണമെന്ന് മൗലാന അബുൽ കലാം ആസാദ് ശടിച്ചിട്ടില്ല. അതാണ് മുസ്ലിമീങ്ങൾ കാത്തുവെക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വമെന്ന്. ഇന്ത്യ രാജ്യത്തിന്റെ മതേതരത്വമെന്ന് ഖുർആൻ ഇന്ത്യയുടെ ഭരണഘടനയാക്കണമെന്ന് നമുക്ക് ആവശ്യമൊന്നുമില്ല. ഇവിടെ ആരൊക്കെ ഒരു ശാസ്ത്ര കോൺഫറൻസ് നടന്നപ്പോ അവിടെ പറഞ്ഞു ഭഗവത്ഗീത ഇന്ത്യയുടെ ഭരണഘടനയുടെ പുസ്തകമാക്കണമെന്ന്. മുസ്ലിമീങ്ങൾ അവകാശപ്പെടില്ല. 1000 വട്ടം ആവർത്തിച്ചു പറയുന്നു ഖുർആൻ അനുസരിച്ച് ഇന്ത്യ ഭരിക്കണമെന്ന്. മുസ്ലിമീങ്ങൾ പറയുന്നു ഭഗവത്ഗീത അനുസരിച്ച് രാമായണം, ഭഗവത്ഗീത അനുസരിച്ച് ഹൈന്ദവനും, ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ മുസ്ലിമിനും, ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ ക്രിസ്ത്യാനിക്കും കഴിയുന്ന ഇന്ത്യയുടെ മതേതരത്വം എന്ന് പറയുന്ന 7 ഭാഷ 12 സംസ്കാരങ്ങളുടെ വിസ്മയമെന്ന് പാടിത്തീർത്ത ഇന്ത്യയുടെ ഈ വിസ്മയം നിലനിൽക്കണം. കേരളത്തിലെ ഹൈന്ദവർ രാമായണം തിരൂരിലെ തുഞ്ചത്തെടുത്തന്റെ വാക്കുകളിലൂടെ പഠിക്കുമ്പോ ഉത്തരേന്ത്യയിലെ ഹൈന്ദവർ മുഴുവനും രാമായണം പഠിക്കുന്നത് തുളസീദാസിന്റെ വാക്കുകളിലൂടെയാണ്. തുളസീദാസിന്റെ വാക്കുകളിലൂടെയാണ്. ആ തുളസീദാസ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, ദൂത് കഹേ അവധൂത് കഹേ രജപുത്ത് കഹേ ജുൽഹാ കഹേ. നിങ്ങൾ എന്നെ ദൂതൻ എന്ന് വിളിച്ചോളൂ, അവധൂതൻ എന്ന് വിളിച്ചോളൂ, രജപുത്ത് കഹേ എന്നെ നിങ്ങൾ രജപുത്രൻ എന്ന് വിളിച്ചോളൂ, ജുൽഹാ കഹേ നിങ്ങൾ എന്നെ ചെരുപ്പ് കുത്തി എന്ന് വിളിച്ചോളൂ. കാരണം കഹൂങ്കി ബേട്ടി സ ബേട്ടാന നഹിയാബദ്, ഞാൻ എന്റെ മകൾക്ക് വരനെ തേടിയിട്ട് ഇറങ്ങി നടക്കുന്നതല്ല. എനിക്ക് എന്റെ മകളെ കെട്ടിക്കാൻ ഒരു വരൻ വേണ്ട. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഏത് ജാതിയിലും വിളിച്ചോളൂ, കീഴ്ന്ന ജാതി എന്ന് വിളിച്ചോളൂ, താഴ്ന്ന ജാതി എന്ന് വിളിച്ചോളൂ, ഉയർന്ന ജാതി എന്ന് വിളിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല. എന്നെ എന്ത് ജാതി വിളിച്ചാലും, തുളസീദാസ് ആണ് പറയുന്നത്, ഏത് ജാതി വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ എന്റെ മകൾക്ക് ഒരു വരനെ തേടി ഇറങ്ങിയതല്ല. അപ്പോഴല്ലേ ജാതിയുടെ പ്രശ്നമുള്ളൂ. പിന്നെ നിങ്ങൾ എന്താണ് എനിക്ക് പറയേണ്ടത്? തുളസി ഗുലാം സർനാമ ഹേ രാമക. തുളസിയും ഗുലാം മുഹമ്മദും ഒക്കെ രാമന്റെ വൈവിധ്യം
എനിക്കുമുള്ള പേരുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രൗഢഗംഭീരമായ സദസ്സിനോട് ഉത്തരേന്ത്യയിലെ ഹൈന്ദവരെ രാമായണം പഠിപ്പിച്ച തുളസീദാസിന്റെ വാക്കുകൾ അടിവരയിട്ടുകൊണ്ട് ഞാൻ പറയട്ടെ. ജാഖൂർ ജൈസ പഹേ, അദ്ദേഹം പറയാണ് ജാഖൂർ ജൈസ പഹേ. ഞാൻ ഈ ഇന്ത്യയിൽ ഭാരതത്തിൽ യാചകനായി ജീവിച്ചവനാണ്. മസ്ജിദ് മാ രഹിബോ, ഞാൻ കിടന്നുറങ്ങിയത് പള്ളിയുടെ മുറ്റത്താണ്. വായിക്കണം തുളസീദാസിന്റെ ഈ വാക്കുകൾ. ആർഷഭാരതത്തെ എന്തൊക്കെയാക്കാൻ ശ്രമിക്കുന്നവർ ആർഷഭാരതത്തിന്റെ തനതായ മതേതരത്വത്തിന്റെ മാനവമൈത്രിയുടെ വാക്കുകൾ അറിയണം. അദ്ദേഹം പറയാൻ ജാഖൂർ ജൈസപ്പഹേ, ഞാനൊരു യാചകനായി ഭാരതത്തിലൂടെ നടന്നു. മസ്ജിദ് മാ രഹിബോ, ഞാൻ പള്ളിയുടെ കോലായിൽ പാവിരിച്ചു കിടന്നു. ഉത്തരേന്ത്യയുടെ പള്ളിയുടെ കോലായിൽ പാവിരിച്ചിട്ടാണ് തുളസീദാസ് രാമായണത്തിന്റെ പരിഭാഷ എഴുതിയെങ്കിൽ രാമായണത്തിന്റെ പരിഭാഷ എഴുതാൻ തുളസീദാസിന് പള്ളിയുടെ മുറ്റം മനോഹരമാക്കി കൊടുത്ത ഭാരത മുസൽമാന്റെ അനുയായികളാണ് ഞങ്ങൾ. ഇവിടെ മതേതരത്വം നിലനിൽക്കണം, ഇന്ത്യയുടെ നാമം നിലനിൽക്കണം, ഇന്ത്യയുടെ നാമം നിലനിൽക്കണമെന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന്റെ മുഴുവനും ജീർണതകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരരുത് എന്ന് ഓർമ്മിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയുമോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ട്രെയിൻ പോകുന്നുണ്ട്, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിന്റെ പേര്. അതിന്റെ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ് അതിന്റെ പേര്. കേരള എക്സ്പ്രസ് എന്നാണ് പറയാ, അങ്ങനെയല്ലേ? കേരള എക്സ്പ്രസ് അല്ലേ? ഹസ്രത്ത് നിസാമുദ്ദീൻ. ആരാണ് ഹസ്രത്ത് നിസാമുദ്ദീൻ? അദ്ദേഹത്തിനൊരു സേവകനുണ്ടായിരുന്നു, ഇഖ്ബാൽ. പാതിരാവിൽ തണുപ്പരിച്ചിറങ്ങുന്ന ഡൽഹിയിലെ പാതിരാത്രിയിൽ ഇഖ്ബാലിനോട് ചോദിച്ചു, ഇഖ്ബാൽ, ജനാലയിലൂടെ നോക്കുമ്പോ ഡൽഹി നഗരത്തിൽ തണുത്തുറഞ്ഞു കിടക്കുന്ന, ഡൽഹി നഗരത്തിൽ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ആളുകളെ കണ്ടപ്പോ സേവകനായ ഇഖ്ബാലിനോട് ചോദിച്ചു, ഇഖ്ബാൽ, ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇഖ്ബാൽ പറഞ്ഞു, കുറച്ച് ചപ്പാത്തി ബാക്കിയുണ്ട്. പാതിരാവിന് നിശബ്ദതയിൽ സേവനായ ഇഖ്ബാലിനോട്, ഇഖ്ബാൽ, റാന്തൽ വിളക്ക് കത്തിക്കൂ. പാതിരാവിന്റെ നിശബ്ദതയിൽ റാന്തൽ വിളക്കിന് അരണ്ട വെളിച്ചത്തിൽ തന്റെ സേവകന്റെ കൂടെ തണുത്തുറങ്ങുന്ന മരവിച്ചുറങ്ങുന്ന ഡൽഹി നഗരത്തിലൂടെ ഇറങ്ങി നടന്ന് താഴെ ഫുട്പാത്തിൽ പുതപ്പ് വിരിച്ച് കിടക്കുന്നവന്റെ അടുക്കിലേക്ക് ജാതി നോക്കാതെ, മതം നോക്കാതെ, ഭാഷ നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ തന്റെ കയ്യിലെടുക്കുന്ന റൊട്ടിക്കഷണം വായിലേച്ച് വെച്ചു കൊടുത്ത ഡൽഹിയുടെ സീമന്തപുത്രൻ ഹസ്രത്ത് നിസാമുദ്ദീൻ. ഹസ്രത്ത് നിസാമുദ്ദീൻ ഇന്ത്യയിലെ വിവിധ മതസ്ഥരെ വഹിച്ചുകൊണ്ട് കുകിപ്പായുന്ന തീവണ്ടിക്ക് മതേതരായ ഭരണാധികാരികൾ പേരിട്ടത് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ്. ഡൽഹിയിൽ ഇപ്പോഴും ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ പേര് ഹസ്രത്ത് നിസാമുദ്ദീൻ എന്നാണ്. ഗംഗാ നദിക്കരയിൽ പാപം നിബഞ്ജനം ചെയ്യാൻ ഹൈന്ദവ സഹോദരങ്ങൾ മുങ്ങിക്കുളിച്ചപ്പോ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ നടന്നു പോകുന്ന വഴി ശിഷ്യന്മാര് ചോദിച്ചു, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ താടിയും തലപ്പാവും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾ എല്ലാത്തിനെയും നിരാകരിക്കുന്നവരാണ് എന്ന സാമാന്യജനത്തിന്റെ പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ശിഷ്യന്മാര് ചോദിച്ചു അത്രേ, മണ്ടന്മാർ പാപം മുഴുവനും ചെയ്തിട്ട് ഗംഗയിൽ മുങ്ങിക്കുളിക്കുകയാണ്, ഇതോടെ പാപം തീരുമോ? ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ രോഷത്തോടെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത്? അത് പരാമർശിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്താണ്? ഓരോ സമൂഹത്തിനും അവരവരുടേതായ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ട്, അതിനെ നിങ്ങൾ പരാമർശിക്കേണ്ട എന്ന് തന്റെ കയ്യിൽ നിന്ന് അരോചകമായ അപ്രിയകരമായ ഒരു വാക്ക് പ്രതീക്ഷിച്ചു പറഞ്ഞ തന്റെ അനുയായികളെ തിരുത്തി കൊടുത്ത ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ. ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ, ആ കാര്യത്തിൽ ഇസ്ലാമിക സമൂഹത്തിലൊരു നിലപാടുണ്ട്. ആ നിലപാട് പറയേണ്ടത് ശബരിമലയുടെ തന്ത്രിമാരാണ്, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളാണ്. ഓരോരുത്തർക്കും അവരവർക്കുള്ള അനുഷ്ഠാനങ്ങളുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ കയറാമോ എന്ന കാര്യം അത് പറയേണ്ടത് മതവുമായി ബന്ധപ്പെട്ടവരാണ്. മതത്തിന്റെ ചിഹ്നങ്ങളിൽ കടന്നു കയറുകയും, പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ചുരിദാർ ധരിച്ചിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ പാടില്ല. കാരണം അത് മതത്തിന്റെ നിയമങ്ങളെ പോറലേൽപ്പിക്കും. കേരള ഹൈക്കോടതി മുത്തലാഖ് നിയമവിരുദ്ധമാണ്, മതനിയമങ്ങൾ എല്ലാം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി. ഇതാണ് നീതിയുടെ രണ്ട് മുഖങ്ങൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചുരിദാർ കയറ്റി വെച്ച് കയറാൻ പാടില്ല. എന്തുകൊണ്ട്? മതത്തിന്റെ വികാരങ്ങൾ അങ്ങനെ തന്നെ പാലിക്കപ്പെടണം. അങ്ങനെയാണ് കേരള ഹൈക്കോടതി വിധി പറഞ്ഞത്, അല്ലേ? ഡൽഹി അലഹബാദ് ഹൈക്കോടതിയിൽ മുത്തലാഖിന്റെ വിഷയം പറഞ്ഞപ്പോ അങ്ങനെ മതം പറയും പോലെ എല്ലാ ആചാരത്തിനും വിടാൻ പറ്റില്ല, മുത്തലാഖ് നിയമവിരുദ്ധം. അലഹബാദ് ഹൈക്കോടതി എങ്ങനെയാണ് ഒരേ രണ്ട് മതങ്ങൾക്ക് വ്യത്യസ്തമായ ദ്വിമാനമുഖങ്ങൾ ഉണ്ടായത് എന്ന് ഒരു സാധാരണക്കാരൻ സംശയത്തോടെ ചോദിച്ചാൽ, ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തൂപമായ ജുഡീഷ്യറിക്ക് ചിതലരിക്കാൻ തുടങ്ങിയെന്ന് ഒരാൾ ന്യായമായി സംശയിച്ചാൽ
ആ സംശയത്തെ അന്യായമാണെന്ന് പറയാൻ അക്ഷരാഭ്യാസത്തിന്റെ സുന്ദരമായ വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്ന ഒരു ജനാധിപത്യ വിശ്വാസിക്ക് കഴിയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ബഹുസ്വരത അതാണ്. അത് നമുക്ക് നിലനിർത്തണം. ആ ബഹുസ്വരതയിൽ നീതി ഉണ്ടാവണം. തന്റെ 40 വർഷത്തെ നിരന്തരമായ ഗവേഷണം കൊണ്ടാണ് തിരൂരുകാരൻ യാസർ മുസ്ലിമായത്. ആ യാസർ മുസ്ലിമായപ്പോ യാസറിന്റെ സുന്ദരമായ ഇസ്ലാം, അജ്മൽ കസബിന്റെ ഇസ്ലാം അല്ല ഇസ്ലാം, യാസറിന്റെ ഇസ്ലാം. തന്റെ വീട്ടിലേക്ക് ദാഹാത്തനായി നടന്നുപോയ തമിഴ് തൊഴിലാളി വെള്ളം കുടിക്കാൻ ദാഹിച്ചവന് വെള്ളം ചോദിച്ചു വന്നപ്പോ ആ സമയത്ത് താടിയും തുപ്പിയും വെച്ച യാസർ വെള്ളം കൊടുത്തു. കറുകരുത്ത തമിഴൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭയാശങ്കകളില്ലാതെ എനിക്ക് വെള്ളം തരാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു, താടിയും തലപ്പാവുമുള്ള നിങ്ങൾക്ക്? ആ സമയത്ത് പ്രവാചകൻ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. തന്റെ വീട്ടിൽ അതിഥിയായി കയറി വന്നവൻ കിടക്കയിൽ മലമൂത്ര വിസർജനം ചെയ്തിട്ട് പോയപ്പോ ആ പോയവന്റെ പുറകെ ഓടിച്ചെന്നവനോട്, എന്റെ ഭക്ഷണത്തിൽ നിങ്ങളുടെ ആമാശയത്തിന് അപ്രിയകരമായ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ പൊറുക്കണേ എന്ന് പറഞ്ഞ എന്റെ പ്രവാചകനാണ് ആദിത്യ മര്യാദ എന്നെ പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോ തമിഴൻ ചോദിച്ചു, ആ പ്രവാചകനെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? തന്റെ വീട്ടിൽ ദാഹാത്തനായി വിലയുമ്പോ കുടിവെള്ളത്തിന് വേണ്ടി വന്ന ആ തമിഴ് ബ്രാഹ്മണൻ യാസറിന്റെ വാക്കുകൊണ്ട് മുസ്ലിമായാൽ അതവൻ അനുഭവിച്ച അരാടകത്വത്തിന്റെയും അടിമത്വത്തിന്റെയും കറുത്തതിന്റെ പേരിൽ അവൻ അനുഭവിച്ച അവഗണനയുടെ മുമ്പിൽ നിന്ന് ഇസ്ലാമിന്റെ സംസ്കാരത്തിലോട്ട് കടന്നു വന്നതിൻ്റെതാണ്. ആ യാസറിനെ തിരൂരങ്ങാടിയിൽ കുത്തിമലത്തി യാസറിനെ വെട്ടി നുറുക്കിയപ്പോ ഇന്ത്യയുടെ കോടതി അവരുടെ പ്രതികളെ നിരുപാധികം വിട്ടയച്ചു. ആ നീതിപീഠം വിട്ടയച്ചത് കൊണ്ടാണ് അനിൽകുമാർ എന്ന ഫൈസലിനെ വീണ്ടും തിരൂരിലെ മരിപ്പറമ്പിൽ വീണ്ടും കുത്തി നുറുക്കാൻ അവർക്ക് തന്നെ ആവേശമുണ്ടായത്. എങ്കിൽ എന്തിനാണ് നിങ്ങൾ ഫൈസലിനെ കൊന്നത്? എന്തിനാണ് ഷഹീദ് ഫൈസൽ എന്ന അനിൽകുമാർ 32 വർഷം അവൻ മുസ്ലിമായിരുന്നു, അവൻ ഹൈന്ദവനായിരുന്നു. അറേബ്യയിൽ പോയി തന്റെ അറബ് സംസ്കാരം പഠിച്ച് അവിടെ വെച്ചാണ് അവൻ മുസ്ലിം ആകുന്നത്. വരാൻ നേരത്ത് അവൻ പറഞ്ഞു അറബിക്ക് ഇത്തിരി പൈസ കൊടുക്കാനുണ്ട്. അവൻ കൂട്ടുകാരോട് പറഞ്ഞു, പത്ര എനിക്കത് കൊടുക്കണം. കൂട്ടുകാർ പറഞ്ഞു, ഇപ്പൊ കൊടുക്കണ്ട, അടുത്ത ലീവിന് വരുമ്പോ പോകാം. നമ്മളെക്കാൾ ഈമാൻ ഉണ്ടായിരുന്നു അവന്. അവൻ പറഞ്ഞു, ഇനി തിരിച്ചു വന്നില്ലെങ്കിലോ? തന്റെ അറബിക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്ത് തിരിച്ചു വന്ന് തന്റെ അമ്മയോടും അച്ഛനോടും ഭാര്യയോടും സഹോദരങ്ങളോടും കൂടപ്പുറപ്പുകളോടും അനുവാദം ചോദിച്ച് ഷഹീദ് ഫൈസൽ അനിൽകുമാറിന്റെ അമ്മാവൻ നേരത്തെ മുസ്ലിമാണ്. അവന്റെ കുടുംബത്തിൽ ധാരാളം പേര് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. മുസ്ലിമായ അനിൽകുമാർ എന്ന ഫൈസലിനെ രാവിന്റെ ഇരുട്ടറയ്ക്കുള്ളിൽ ഒളിച്ചിരുന്ന് അവനെ വെട്ടി നുറുക്കിയ ദുശക്തികളോട് ഞാൻ പറയുകയാണ്, അന്തരിച്ചു പോയ ധീരവിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോയുടെ വാക്കുകൾ കടമെടുത്ത് ഒരു രക്തസാക്ഷിയുടെ രക്തത്തിൽ നിന്ന് 1000 വിപ്ലവകാരികൾ ഉദിച്ചു വരുമെന്ന് ഫിഡൽ കാസ്ട്രോയുടെ വാക്കുകൾ കടമെടുത്തിട്ട് ഞാൻ പറയട്ടെ, ഷഹീദ് ഫൈസലിന്റെ രക്തം നിങ്ങൾ തുള്ളിത്തെറിച്ചപ്പോ അതിൽ നിന്ന് അവന്റെ അമ്മയ്ക്ക് ഇസ്ലാം കിട്ടി, അവന്റെ സഹോദരിമാർക്ക് കിട്ടും. മരിച്ചു വീടുന്ന ഒരു രക്തസാക്ഷിയുടെ രക്തത്തിൽ നിന്ന് അത് നിരപരാധിയുടേതാണെങ്കിൽ 1000 വിപ്ലവകാരികൾക്ക് ജന്മമെടുക്കുമെന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട ഫിഡൽ കാസ്ട്രോയുടെ വാക്കുകൾ. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല ഫിഡൽ കാസ്ട്രോയെ ഉദ്ധരിക്കുന്നത്. നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ മധ്യപ്രദേശ് സർക്കാരിന്റെ പോലീസ് തിരിച്ചയച്ചാൽ അത് അസഹിഷ്ണുത എന്ന വാക്കുകൊണ്ട് തന്നെ, അടയാളമിട്ടുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. ആരാണ് മിസ്റ്റർ പിണറായി വിജയൻ? നമ്മുടെ മുഖ്യമന്ത്രി. രാഷ്ട്രീയപരമായി വൈജാത്യങ്ങളും വൈരുദ്ധ്യങ്ങളും ആശയമണ്ഡന ഖണ്ഡന പ്രതിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിന്റെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി മധ്യപ്രദേശിലേക്ക് വരുമ്പോ പോലീസുകാർ ഉപയോഗിച്ചിട്ട് തിരിച്ചയച്ചുവെങ്കിൽ നിങ്ങൾ മുഴുവനും കൂടടച്ച് കുടുംബത്തോടെ കോഴിക്കോട് കടപ്പുറത്ത് ദേശീയ സമ്മേളനത്തിന് വരുമ്പോ ആ ദേശീയ സമ്മേളനത്തിന് വരുന്ന കാവിരാഷ്ട്രീയത്തിന്റെയും BJPയുടെയും മുഴുവൻ ആളുകൾക്ക് അവരുടെ വീടുകളിൽ എത്തുവോളം പാതിരാത്രിക്ക് കാവലിരുത്തിയ കേരള പോലീസിനെ നിയമിച്ചത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ കേരളത്തിന്റെ മണ്ണിലോട്ട് വരുമ്പോൾ നിങ്ങളോട് കാണിച്ച മര്യാദ തിരിച്ചു ചെല്ലുമ്പോൾ കാണിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കോഴിക്കോട് കടപ്പുറത്ത് ദേശീയ സമ്മേളനം നടക്കുമ്പോ അവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും കണ്ണിൽ എണ്ണയൊടിച്ച് കാത്തിരിക്കാൻ കേരളത്തിന്റെ കാക്കിയിട്ട് പോലീസുകാരെ നിയമിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ആ മുഖ്യമന്ത്രി വരുമ്പോൾ അവിടുത്തെ പോലീസിനെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചയച്ചുവെങ്കിൽ എന്തിനാണ് ഈ അസഹിഷ്ണുത? അതിഥി ദേവോ ഭവ, അതിഥിയെ ദേവനെ പോലെ കാണിക്കണമെന്ന് പറഞ്ഞ ആർഷഭാരതത്തിലോ? അതിഥി ദേവനെ പോലെയാണ്, ദേവനെ പോലെ കൈനീട്ടി സ്വീകരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമുക്ക് നിലപാടുകളുണ്ട്, നമുക്ക് കൃത്യമായ പ്രതിവചനങ്ങളുണ്ട്, നമുക്ക് കൃത്യമായ തെളിമയുള്ള ഒരു ആദർശമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ചുരുക്കുകയാണ്. കൃത്യമായി ചില കാര്യങ്ങൾ
ഒരു ബഹുസ്വര സമൂഹത്തിന്റെ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളും ഒരേപോലെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ നാം പറയുകയാണ്, തീർച്ചയായും ഈ ഇന്ത്യയുടെ ബഹുസ്വരത നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. സംഗീതത്തോട് പോലും അസഹിഷ്ണുത കാണിക്കുന്ന ഒരു കാലം, ഭരണാധികാരികളോട് അസഹിഷ്ണുത കാണിക്കുന്ന കാലം, ഗുലാം അലിയുടെ സംഗീതത്തോട് അസഹിഷ്ണുത കാണിക്കുന്ന കാലം. നിങ്ങൾക്കറിയുമോ ഇന്ത്യയുടെ പാരമ്പര്യം? ആ പാരമ്പര്യം മറ്റൊന്നുമായിരുന്നില്ല. ഇന്ത്യയിൽ പണ്ഡിറ്റ് ജസ്രാജ് എന്ന് പറയുന്ന ഒരു സംഗീത വിദഗ്ധനുണ്ട്. പണ്ഡിറ്റ് ജസ്രാജ്, അദ്ദേഹത്തിന്റെ പേര് ഗുലാം അലി എന്നല്ല. പണ്ഡിറ്റ് ജസ്രാജിന്റെ പേര് ഗുലാം അലി എന്നല്ല. പണ്ഡിറ്റ് ജസ്രാജ് സംഗീത വിദ്യ ഇന്ത്യയിൽ അവതരിപ്പിക്കുമ്പോ അദ്ദേഹം തന്റെ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മേരാ അല്ലാ മെഹർബാൻ, മേരാ അല്ലാ ബഹർമാൻ. പണ്ഡിറ്റ് ജസ്രാജ് കാവിയുടെ കുപ്പായമണിഞ്ഞ്, കാവി വസ്ത്രമണിഞ്ഞ്, സന്യാസ വസ്ത്രമണിഞ്ഞ്, സന്യാസ വസ്ത്രത്തോട് നമുക്കൊരു അരോചകവും ഇല്ല കേട്ടോ, ഒന്നുമില്ല. ഒറ്റമുണ്ടിനോട് നമുക്ക് ബഹുമാനമാണ്. ഒറ്റമുണ്ടെടുത്ത് ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോകുന്നവനാണ് സന്യാസി എന്നാണ് പ്രമാണം. ഒറ്റമുണ്ടെടുത്ത് ഒറ്റയ്ക്ക് ഒറ്റ ദൈവത്തെ കാണാൻ പോകുന്നവനാണ് സന്യാസി. ആ ഒരു ബഹുമാനത്തോടുകൂടി ആ സന്യാസ വസ്ത്രം ധരിച്ച് പണ്ഡിറ്റ് ജസ്രാജ് ബോംബെയുടെ തെരുവോരങ്ങളിൽ സംഗീത കച്ചേരി നടത്തുമ്പോ അദ്ദേഹം പറയുന്നത് ഭഗവാൻ ഏ റാം എന്നല്ല, അദ്ദേഹം വിളിച്ചത് ഏ അല്ലാ മേരാ അല്ലാ മെഹർബാൻ ഔലിയാ പീർ പയംബർ രഹ്താ ഹേ. എന്റെ കരുണാമയനായ അല്ലാഹ്, എന്റെ കരുണാമയനായ അല്ലാഹ് ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താക്കളെയും പ്രവാചകനെയും അയച്ചു തന്ന അല്ലാഹുവേ, ആലി നബി കോ കുത്തുബേ പാവർ ഹസൻ ഹുസൈൻ പാവാ ദസർ, ആലി നബി കോ പാവേ പാവർ. ആദരവായ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു മുച്ചുക്കേ ദിയാ ഈമാൻ, എന്റെ ഈ സംഗീതം അവതരിപ്പിക്കാനുള്ള വിശ്വാസവും ശക്തിയും എനിക്ക് തരണേ എന്ന് പറഞ്ഞിട്ടാണ് പണ്ഡിറ്റ് ജസ്പാൽ ഇന്ത്യ രാജ്യത്തിന്റെ നഗരത്തിൽ തന്റെ സംഗീത കച്ചേരി തുടങ്ങുക. എല്ലാത്തിനോടും അസഹിഷ്ണുത കാണിക്കുന്ന കാലത്ത് സ്വയം ചേർത്തുവെക്കാനും സ്വയം പിടിക്കുവാനും സ്വയം ആകുവാനും നമുക്ക് കഴിയണമെന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഈ ബഹുസ്വരതയെ ഇവിടെ അജ്മൽ കസബുമാർ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇവിടെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിമാർ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഇവിടെ നാഥുറാം വിനായക് ഗോഡ്സെ ആവർത്തിക്കപ്പെടാൻ പാടില്ല. ഗോഡ്സെയെ പൂജിക്കുന്നവരോടല്ല, രാഷ്ട്രപിതാവിനെ ആദരിക്കുന്നവരോടാണ് നമ്മുടെ ബഹുമാനമെന്ന് ഈ രാഷ്ട്രഘടനയുടെ ഭരണഘടനയുടെ അനുധാവനം ചെയ്യുന്ന അനുയായികൾ എന്ന നിലയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ ബഹുസ്വരത നിലനിർത്തണം. പാണന്റെയും കാളിദാസന്റെയും കപിലവസ്തുവിന്റെയും മകൻ സിദ്ധാർത്ഥന്റെയും ഒക്കെ ഇന്ത്യ, ഈ ഇന്ത്യയുടെ ഭാരതത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കഥ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്നെ ഇതേവരെ കേട്ട ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട് നമുക്ക് വീണ്ടെടുക്കണം നമ്മുടെ പഴയ കാലങ്ങൾ, നമ്മുടെ പഴയ ജീവിതങ്ങൾ. ഒന്നിച്ച് ജീവിച്ചു പോയ പട്ടംകോളനി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇടുക്കിയിൽ. അവിടെ പട്ടം താണുപിള്ള 10 ഏക്കർ വെച്ച് എല്ലാവർക്കും അനുവദിച്ചു കൊടുത്തു. ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒക്കെ ഒന്നിച്ച് വന്യജീവികളോട് പോരാടി വെട്ടിത്തെളിച്ച് അവിടെ സൗഹൃദത്തിന്റെ ഒരു തലമുണ്ടായി. അതിന്റെ പേര് പട്ടം കോളനി എന്നാണ്. അതിന്റെ പേര് പട്ടം കോളനി എന്നാണ്. സൗഹൃദത്തോടെ നമ്മൾ ജീവിച്ചിരുന്ന ഈ കിളിമാനൂരിൽ, ഈ വങ്കനാടിൽ, ഈ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നാം ഒന്നിച്ച് ജീവിച്ചിരുന്ന നമ്മുടെ ആ പഴയ കാലം നമുക്ക് തിരിച്ചു വരണം. തോളോട് തോള് ചേർന്ന് ഹിന്ദുവും ഇപ്പോ കബീർ ബാക്കവിയും ഫാദർ ശിവുവും ഒരു ഗുരുവും കൂടി ഒന്നിച്ച് നടന്നാൽ പത്രങ്ങൾക്ക് വാർത്തയാണ് മതസൗഹാർദ്ദ സമ്മേളനം. മനുഷ്യനെ തമ്മിൽ ഒന്നിക്കണമെങ്കിൽ 3 പേരെ ഒന്നിച്ചു നിർത്തി പത്രത്തിന്റെ മുമ്പിൽ നിറച്ചാത്തുകൾ കൊണ്ട് പറയണമെന്ന ഒരവസ്ഥയിലേക്ക് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല, ഞാൻ അറിയുന്നുമില്ല. ഫാദർ ശിവും ഗുരുവും ഞാനും കൂടി ഒരേ സദസ്സിൽ വന്നതുകൊണ്ട് ഇവിടെ ഒരു മതസൗഹാർദ്ദം പൂത്തുലയും എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നു എന്റെ ഹൃദയം, അദ്ദേഹത്തിന്റെ ഹൃദയം, ഇത് കേൾക്കുന്നവന്റെ ഹൃദയം, ആ ഹൃദയം തമ്മിൽ ഒന്നിക്കാൻ കഴിയുന്ന, ജർമ്മനിയിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് 12 മണിക്കൂർ വേണം ഫ്ലൈറ്റിൽ സഞ്ചരിക്കണമെങ്കിൽ. 2020 ആകുമ്പോ 12 മണിക്കൂർ എന്ന് പറയുന്ന ദൂരം 2 മണിക്കൂറായി കുറയുമെന്നാണ്. അത്രയും വേഗതയുള്ള വിമാനങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നാണ് പുതിയ വാർത്ത. ഈ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് പോകണമെങ്കിൽ 150 വർഷം വേണം. 2030ഓടെ നാസയുടെ ഗവേഷണം പൂർത്തിയായാൽ ആ 30 വർഷം എന്ന് പറയുന്ന ദൂരം ഒരു 2 വർഷമായി കുറയുമെന്നാണ്. അങ്ങ് അകലെ നിൽക്കുന്ന ഗോളങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന ധാരാളം സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ്. അകന്നു കിടക്കുന്ന നഗരങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ കണ്ടുപിടിക്കുകയാണ്. ദിനം തോറും അകന്നു പോകുന്ന ഈ മനുഷ്യന്റെ ഹൃദയങ്ങൾ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയും കണ്ടുപിടിക്കാൻ മനുഷ്യ നിനക്ക് കഴിയുന്നില്ലല്ലോ. രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും പേരിൽ മതതീവ്രവാദത്തെ ഒറ്റപ്പെടുത്താനും രാഷ്ട്രത്തിലേക്കും മതത്തെ കൂട്ടിക്കിടക്കുന്ന
തീവ്രവാദികൾക്കും മതത്തിന് തീവ്രവാദമില്ല, തീവ്രവാദത്തിനും മതവുമില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ബഹുസ്വരതയുടെ അടയാളപ്പെടുത്തുന്ന അടയാളങ്ങളായി നമുക്ക് ജീവിക്കാൻ കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫാദർ ഷിബു കൂടിയിരിക്കുന്ന ഈ ഒരു സദസ്സിൽ, സ്വാമി ഞാൻ വരുന്നതിന് മുമ്പ് പോയോ അതോ വന്നില്ല എന്നെനിക്കറിയില്ല, അദ്ദേഹത്തെ കൂടി പ്രതിനിധാനം ചെയ്തുകൊണ്ട് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമ ധർമ്മസ്യ തദാജാനം സുജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥ്യായ സംഭവാമി യുഗേ യുഗേ. അധർമ്മം എപ്പോഴും കൊടികുത്തി വാഴുന്നു. ആ സമയത്ത് ധർമ്മത്തിന് പരിപ്രേക്ഷ്യം നൽകാൻ, ധർമ്മത്തിനു വേണ്ടി ശക്തി നൽകാൻ ഹൈന്ദവ അവതാരങ്ങൾ ജനിച്ചു എന്ന് പറയുന്ന ഈ പുരാണത്തിന്റെ മണ്ണിൽ, മനുസ്മൃതിയുടെ മണ്ണിൽ, ശങ്കരാചാര്യരുടെ മണ്ണിൽ, കാളിദാസന്റെ മണ്ണിൽ, വള്ളത്തോളിന്റെ മണ്ണിൽ ഒരച്ഛനമ്മയ്ക്ക് പിറന്ന നമ്മൾ ഓർത്താൽ ഒരൊറ്റ തറവാട്ടുകാർ നാം, നാഥന്റെ നന്മയ്ക്ക് വിളഞ്ഞിടുന്ന നന്മുന്തിരി പോലെ മനുഷ്യവർഗം എന്ന് പാടിയ വൈലോപ്പിള്ളിയുടെ ഈ മണ്ണിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, യുദ്ധത്തിൽ തോറ്റപ്പോ 10 തലയുള്ള രാമനോട് ചോദിച്ചു അത്ര, രാമ നിന്നേക്കാൾ വലിയ ആയുധശക്തി എനിക്കുണ്ട്, നിന്നേക്കാൾ വലിയ ആൾബലം എനിക്കുണ്ട്, നിന്നേക്കാൾ വലിയ സാമ്രാജ്യം എനിക്കുണ്ട്, നിന്നേക്കാൾ ബുദ്ധിയും എനിക്കുണ്ട്, 10 തലയാണ് എനിക്ക്, എന്നിട്ട് രാമ നീ എന്നെ തോൽപ്പിച്ച് കളഞ്ഞല്ലോ രാമ. അപ്പോ രാമൻ സന്തോഷത്തോടെ പറഞ്ഞൊരു മറുപടി ഉണ്ട്, രാവണ എന്നേക്കാൾ ആയുധം നിനക്കാണ്, രാവണ എന്നേക്കാൾ വലിയ രാജ്യം നിനക്കാണ്, രാവണ എന്നേക്കാൾ വലിയ ആൾബലം നിനക്കാണ്, എന്നേക്കാൾ ചിന്തയും നിനക്കാണ്, 10 തലയാണ് നിനക്ക്, എന്നിട്ടും നീ തോക്കാൻ കാരണം എന്റെ ലക്ഷ്മണനെ പോലൊരു സഹോദരൻ നിനക്കില്ലാതെ പോയത് കൊണ്ടാണ്. എന്റെ ആദിയിലും എന്റെ വീഴ്ചയിലും എന്റെ വ്യതകളിലും എന്റെ ശ്രദ്ധകളിലും എന്റെ ആകുലതകളിലും എന്റെ വ്യാകുലതകളിലും എന്റെ സന്തോഷങ്ങളിലും എന്റെ സങ്കടങ്ങളിലും എന്നോട് ചേർത്ത് നിൽക്കുന്ന എന്റെ ലക്ഷ്മണനെ പോലെ ഒരു സഹോദരൻ നിനക്കില്ലാതെ പോയതാണ് രാമ, രാവണ നീ തോൽക്കാൻ കാര്യമെന്ന് രാമൻ മറുപടി പറഞ്ഞു അത്രേ. അതുകൊണ്ട് എന്റെ ഹൈന്ദവ സഹോദരങ്ങളോട്, ക്രൈസ്തവ സഹോദരങ്ങളോട്, രാമനും ലക്ഷ്മണനും തമ്മിലുണ്ടായിരുന്ന ആ സാഹോദര്യ ബന്ധം നമ്മളിൽ എന്ന് നഷ്ടപ്പെടുന്നു. അന്ന് രാവണന്മാർ നമ്മളെ കീഴ്പ്പെടുത്തുകയും രാവണന്മാർ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുമെന്ന് വർത്തമാനകാല ലോകത്തിന്റെ തിരിച്ചറിയാൻ കഴിയുന്ന എഴുത്തുകളെ നിങ്ങളുടെ മനസ്സിലേക്ക് അക്ഷരക്കൂട്ടങ്ങളായി മാറ്റിത്തന്ന് എല്ലാവരോടും ഈ ബഹുസ്വരതയെ നിലനിർത്താൻ നമുക്ക് കഴിയണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്